പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനോഹരമായ പുലരിയുടെ ഈ സൗന്ദര്യം, ഉറക്കത്തിൽ നിന്നും എണീറ്റാൽ ഈ ഒരു സൗന്ദര്യത്തെ കാണുന്നത് എൻ്റെ ഒരു പതിവാണ്. മഴ നനഞ്ഞ മണ്ണിൻ്റെ മണം. ബേസിൽ പ്ലാന്റ് ആണ്. അതിൻ്റെ ഇലക്ക് പ്രത്യേക ഒരു സുഗന്ധമാണ്. അതിനോട് കൂടെ നമുക്കൊരു ബൊഗൻവില്ലയുടെ പൂവും കൂടെ വെച്ച് ഈ ഫ്ലവറൈസ് ഒന്ന് അലങ്കരിച്ചെടുക്കാം. മനസ്സിൻ്റെ ഈ ഒരു ഉണർവ് എൻ്റെ ചുറ്റുപാടുകളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ വിരിഞ്ഞിറങ്ങിയവരാണ്. അമ്മയുടെ അകടിനുള്ളിൽ ചൂടുപറ്റി കരിമഷി കണ്ണെഴുതി സുന്ദരിമാരായി അവർ ഇവിടെ തന്നെയുണ്ട്. ഇവർ തരുന്ന സന്തോഷം എനിക്കത്രയും വലുത് തന്നെയാണ്. അമ്മയും മക്കളും സ്വസ്ഥം സന്തോഷം ഇവിടെ തന്നെ ഇരിക്കട്ടെ. കാഴ്ചകളിലേക്ക് കണ്ണുകൾ വീണ്ടും വീണ്ടും ഓടിക്കുമ്പോഴാണ് പ്രകൃതി കനിഞ്ഞരുളിയ ഈ ഒരു സന്തോഷത്തിലേക്ക് കണ്ണുവെച്ചത്. താഴേക്ക് വീഴ്ത്തിയെടുക്കാനുള്ള മൽപ്പിടുത്തത്തിൽ അവസാനം ഞാൻ തന്നെ ജയിച്ചു. പിന്നീട് ഒരു ദയമില്ലാതെ വെട്ടിയരിഞ്ഞ് കഷ്ണങ്ങളാക്കി അതിൻ്റെ മാംസള ഭാഗം മാത്രമെടുത്ത് എൻ്റെ ഇഷ്ടാനുസരണം ഞാൻ വെട്ടിയെടുത്തു. വളരെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തപ്പോൾ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി. ഉമ്മാമ്മ പണ്ട് പറഞ്ഞു തന്നൊരു കഥയുണ്ടായിരുന്നു. ഉപ്പൂപ്പാക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു അത്രേ ചക്കയും ചിക്കനും വെച്ചത്. പഴയ കാലത്തെ ആ രുചി ഉമ്മ പറയുമ്പോഴൊക്കെ നാവിൽ കപ്പലോടിക്കാൻ വെള്ളമുണ്ടായിരുന്നു. ഇന്നെന്തായാലും അതിന് വിരാമമിടാൻ പോവുകയാണ്. കണ്ണ് നിറഞ്ഞൊലിക്കുന്നുണ്ട്. എങ്കിലും സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും തക്കാളിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞളും മുളകും ഉപ്പും എല്ലാം ചേർത്ത് നമ്മുടെ ചിക്കൻ വെച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അടുക്കളയിൽ ഞാൻ പട പൊരുതുന്നതിനനുസരിച്ച് ഇടിയും മഴയും മിന്നലും പുറത്ത് തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയമുള്ളിലൊതുക്കിക്കൊണ്ട് തന്നെ ഞാൻ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം മതിയായ രുചിക്ക് വേണ്ടി കറിവേപ്പിലയും സവോളയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴന്ന് വന്ന ശേഷം നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് ഇതിനെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. മുളകും മഞ്ഞളും ഉപ്പും എല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവി പോവാത്ത ഒരു മൂടി കൊണ്ട് നന്നായി അടച്ചു വെക്കാം. ഇനി നമുക്കതിലേക്ക് ഇതുപോലെ കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ചക്ക അതിലേക്ക് ഇടാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് കോഴിക്കോട്ടുകാരുടെ ആ ഭാഷയൊന്ന് പരീക്ഷിക്കാം. നമ്മുടെ മൊഞ്ചുള്ള പുതിയാപ്പിളക്കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചക്ക ഇട്ട് കൊടുക്കാം. ചക്കയുടെ ആ ഒരു മൊഞ്ച് നോക്കിക്കേ, എന്തൊരു ഭംഗിയാ. കഷ്ടപ്പെട്ട് നമ്മൾ ചക്ക അരിയുമ്പോൾ ചക്കക്ക് ഭയങ്കര ഭംഗിയായിരിക്കും. വേറെ ആരെങ്കിലുമാണ് നമുക്ക് ഈ അരിഞ്ഞു തരുന്നതെങ്കിൽ ഇത്ര ഭംഗി കാണാൻ വഴിയില്ല. അങ്ങനെ എൻ്റെ മൊഞ്ചുള്ള ചക്ക അരിഞ്ഞത് അതിലേക്ക് ഇട്ട് ഞാൻ ഇളക്കാതെ തന്നെ അടപ്പൊന്ന് നന്നായി ടൈറ്റാക്കി അടച്ചു കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേ കണ്ടില്ലേ, ചക്കയെ കാണാനില്ല. അത് ഈ ചിക്കനിൽ അങ്ങ് അലിഞ്ഞില്ലാതായിട്ടുണ്ട്. ഇനി
ഈ ചക്കയും ചിക്കനും കൂട്ട് കഴിക്കാനും അതുപോലെ തന്നെയാണ്, നമ്മൾ അതിലങ്ങ് അലിഞ്ഞില്ലാതാവും. ഇനിയിപ്പോൾ ഞാനൊരല്പം തേങ്ങ ചിരകി എടുക്കുന്നുണ്ട്. നോമ്പ് കാലമായതിനാൽ തന്നെ ചക്കയും ചായയും മാത്രം കുടിക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഒരല്പം ദോശ ചുട്ടെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ദോശയുടെ റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനായി തേങ്ങയും ഉപ്പും അരിപ്പൊടിയും ഒരു കോഴിമുട്ടയും ചേർത്ത് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാം. ഇനി ഒട്ടും വൈകിക്കണ്ട, പാൻ അടുപ്പത്ത് വെക്കുക. നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ തടവി കൊടുക്കുക. നമ്മുടെ അരച്ച് വെച്ച മാവ് അതിലേക്ക് ഒഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രൈ പാൻ ഒന്ന് കറക്കിയെടുക്കുക. ഇതാണ് പാചകം ഒരു കലയാണെന്ന് പറയുന്നത്. നമ്മൾ അരച്ചെടുത്ത ആ മാവ് നമ്മൾ എത്ര മനോഹരമായിട്ടാണ് ചുട്ടെടുക്കുന്നത്. വീട്ടമ്മമാരെ വെല്ലാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. വീട്ടമ്മ, അതെ, വീടിൻ്റെ അമ്മ, അതെന്നും ഒരു സംഭവ ബഹുലമായ വിളി തന്നെയാണ്. എല്ലാം തികഞ്ഞവളായിരിക്കണം, എല്ലാം അവളുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. ബാങ്ക് വിളി കഴിഞ്ഞു. ഇനി ചക്കയും ചിക്കനും ദോശയും കൂടെ ഒരു ജ്യൂസും ഒക്കെ ആയിട്ട് ഇന്നത്തെ നോമ്പുതുറ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.